ഞാൻ നേരത്തെ എത്തി. ഈ കോണ എന്റെ അമ്പലത്ത് വരിക്കുന്നത് പറഞ്ഞിട്ടില്ല എന്നോട്. തീപ്പെട്ടി. ഗോപാൽട്ടാ, ഇന്ന് മൂപ്പർക്ക് എന്തോ അസ്കിതുണ്ടല്ലോ. അത് സാരല്ല, എന്തേലും ഉണ്ടാവും. അല്ലെങ്കിൽ ആ ചാത്തൂട്ടി ഉണ്ടാക്കും. അത്ര മിടുക്കനാ. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കുവരവിനും വരുന്നതിനും കാര്യങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കണം. അടാവിടുന്ന് കാര്യങ്ങൾ നടക്കും. ഗോപാലേട്ടന് ചായ അല്ലേ? ഒരു ചായ എനിക്ക് നല്ല കടുപ്പത്തില്. ഗോപാലേട്ടാ, ആ പെൺകുട്ടി മഹാപശക. ഒന്നല്ലെങ്കിൽ അതിന്റെ അഹങ്കാരം, അല്ലെങ്കിൽ വട്ട്. ആര് പറഞ്ഞോളാ, അതുപോലെ അച്ചടക്കമുള്ള കുട്ടിയാ. അത് വട്ടുമില്ല, ഒരു ചട്ടുമില്ല. ഇന്ന് കണ്ടപ്പോ അവള് പറയണു അന്ന് പറഞ്ഞൊന്നും ഓർമ്മയില്ല. ആരാത്? എനിക്ക് മനസ്സിലായില്ല. ഓ, നിങ്ങളൊക്കെ ഒരു തരമാണല്ലോ. ആ കാന്താരിമളല്ലേ മേനോൻ സാറിന്റെ പേരക്കുട്ടി. എന്താണ് എന്തു? അതാണ്. എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്റെ കേസ് നല്ല അസല് കേസാ. ഇനി വേറെ വല്ലതും കാണി ഉറപ്പിക്കണ്ടായോ? ഇയാളെന്തായി പറഞ്ഞേ? ഇയാള് പറയണത് ആ മിലിറ്ററിക്കാരന്റെ മോളുടെ കാര്യ. അതെന്തായി? അവർക്ക് സമ്മതാ. ഇനി കാര്യങ്ങൾ സംസാരിക്കാം, ഉറപ്പിക്കാം. ഒരു ഒറ്റ മോള്, 2 ഏക്കർ പറമ്പും വീടും, 1 ലക്ഷം രൂപ ബാങ്കില്, ആഭരണങ്ങളും. അവര് ജാതകം നോക്കി, കുഴപ്പമില്ലെന്നാ. നമുക്ക് വേണമെങ്കിൽ വിശദമായിട്ട് നോക്കാം. കുട്ടിയുടെ തലക്കുറി ഒന്ന് വിട്ടിട്ടുണ്ട്. എന്തു പറയുന്നു? അത് ഗോപാലേട്ടൻ ആലോചിക്കാൻ തീരുമാനിക്കാം. സോറി കേട്ടോ, മുഷിനില്ലല്ലോ. എന്താ വിശേഷിച്ച്? വിശേഷമുണ്ട്. എന്റെ കല്യാണം നിശ്ചയിച്ചു. പറഞ്ഞു കേട്ടു. അവസാനം അതങ്ങടെ ഒത്തൂല്ലേ? സന്തോഷം. സാറും ഭാര്യയും വന്ന് അനുഗ്രഹിക്കണം. ഡോക്ടറുകളെ കത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ വരണ്ടല്ലേ? എല്ലാരും വരണം. കുട്ടിയെ പ്രത്യേകം ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ? വിളിക്കാത്ത സദ്യക്ക് ഞാൻ ഉണ്ണാൻ പോവാറില്ല. അമ്മ വെറുതെ പറഞ്ഞാണ്. അമ്മൂന്നാണോ എന്തോന്നാണോ എഴുതേണ്ടത്? അമ്മുന്തു. അമ്മുന്തു. എന്നാ ഞാൻ ഇറങ്ങേ. താങ്ക് യു. എല്ലാറ്റിനും ഞാൻ തന്നെ ഓടണേ. ഒരു കാപ്പ് കുടിച്ചിട്ട് പോവാം. വേണ്ട, ധൃതിയുണ്ട്. എന്നാലും അതല്ലോ അതിന്റെ മര്യാദ. താനിരിക്കേ. അമ്മോ, മുത്തശ്ശോട് കാപ്പി തരാൻ പറയൂ. കാപ്പി കൊടുത്തില്ല മുത്തശ്ശ. എപ്പോ? ആ മര്യാദക്ക് എനിക്കറിയാം. കാപ്പി ഞാനോ കൊണ്ടുവന്ന് കൊടുത്ത് മധുരം നല്ല പാകെന്ന് പറയുകയും ചെയ്തു. ഇല്ലേ? അത് ശരി. ഇന്നത് പറഞ്ഞൂടെ തനിക്ക്? എന്നാ ഞാൻ തന്റെ നേരം കളയില്ലായിരുന്നല്ലോ. ഒന്നുകൂടി വേണമെന്നുണ്ടാവും. വേണോ ജവാൻ സാബ്? വേണ്ട മുന്തു. വരട്ടെ സാർ. മുല്ലശ്ശേരി മേനോൻ സാറിന്റെ എവിടേക്കാ പോയിരിക്കണേ? ഒന്ന് പോയി നോക്കായിരുന്നു. അവിടേക്കാണെങ്കിൽ ഞാൻ പോയി നോക്കായിരുന്നു. പിന്നെ നിന്നെ അന്വേഷിക്കാൻ വേറെ ആളെ വിടണം. ഇപ്പൊ വരുമല്ലോ. വരട്ടെ. ശിവനെ അറിയിച്ചിട്ടുണ്ടാവോ? ദാ അമ്മാമ്മ വന്നു. വിളി തുടങ്ങി. ചിലപ്പോ ഒന്ന് നീട്ടേണ്ടി വരും. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? ഇപ്പൊ കരിമ്പഴന്ന് ഫോൺ വന്നതാ. നമ്മുടെ മുരളി മരിച്ചു. കൊന്നതാണെന്നാ പറയണേ. പാലക്കാട്ട് അവനൊരു ബന്ധമുണ്ടായിരുന്നല്ലോ. അവിടെ നാട്ടുകാരായിട്ടെന്തോ പ്രശ്നമായി. അടിയുണ്ടായിന്നൊക്കെ പറയുന്നു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിരിക്കുക. മരണവും നിശ്ചയം, ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോർക്കണമെല്ലാരും സ്വകർമ്മവശാഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാദി വസ്തുനാ വേർപെടും നേരവും ദുഃഖമില്ലേതുമേ. സ്വഭേദമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ഡ കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും.
ബന്ധമെന്തീ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും കണ്ടവർക്കെന്തു സംഭ്രമം കമ്പിത പത്രാലഗ്നാംബു ആ പെട്ടി സാധനങ്ങളൊക്കെ അതൊക്കെ ഞങ്ങൾ എടുത്തോളാം. അമ്മ ഇവിടെ കൊണ്ടാകട്ടെ. ഞാൻ എടുക്കാം കേട്ടാ. ഞാനെടുത്തോളാം. എന്താണ് എടാ, ഇതൊക്കെയാ ജീവിതം. ജനനവും മരണം എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുമ്പോഴല്ല, അതൊക്കെ മുകളിൽ ഒരാൾ തീരുമാനിക്കും. സന്തോഷായി. ഇപ്പൊ എല്ലാവർക്കും സന്തോഷായി അല്ലടാ? ആ കുട്ടിയുടെ ജീവിതം നിങ്ങള് നശിപ്പിച്ചില്ല. നീ പെട്ടി കൊണ്ട് അകത്തേക്ക് പോ. ചെല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ലടാ. വിഷമുണ്ട്, വിഷമോ എനിക്ക് വിഷമുണ്ടാ. ഈ ദൈവങ്ങൾക്ക് കണ്ണീരറിയില്ല, കണ്ണുമില്ല. എങ്ങനെ ഉണ്ടാവാല്ല? കല്ലും മണ്ണും കടലാത്തൊക്കെ അല്ലേ? അല്ലെങ്കിൽ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇവിടെ നീ വൃത്തിയോടെ ഉണ്ടാക്കരുത്. മിണ്ടില്ല ഓരട്ടാ. ജോസിന് മിണ്ടില്ല. കരച്ചിലും പിടിച്ചൊന്നും വേണ്ട, നീ പോ. എന്താ ചെയ്യാ? അവള് പാവം ഓരട്ടാ. ഞാനിന്ന് കുടിക്കും. ഇപ്പൊ കുടിച്ചിട്ടില്ല. എനിക്ക് കുടിച്ചു മരിയോ? ഞാനിന്ന് കുടിച്ചു മരിയോ ഓരട്ടാ? ഞാനാ പറയുന്നത്, നീ പോ. എന്റെ വിഷമ, പോകാൻ. എന്റെ വിഷമെന്താ നിങ്ങൾ ആരും മനസ്സിലാക്കാത്ത? കൊല്ല്. അവള് പാവം ഓരട്ടാ. അവള് പാവം, അവള് പാവം. എന്താടാ അവന് തുടങ്ങി? പ്രായണ്ടായിട്ട് കാര്യമില്ല, ഇത്തിരി ഭാഗത്തിരി വേണം. ഒരു മരണം കഴിഞ്ഞല്ലേ, അതിനിപ്പോ എന്താ? അതിനിപ്പോ എന്താ? നവപടം കൂട്ടാൻ നടിച്ചടാ. വിശന്നിട്ട് വയ്യ. 2 ദിവസമായിട്ട് ഭക്ഷണം ഒന്നും ശരിയല്ല. ഓ, സദ്യ ഉണ്ണാൻ കല്യാണത്തിന് പോയിരിക്കായിരുന്നല്ലോ. ചില നേരത്തെ അമ്മയുടെ വർത്തനം കിട്ടാൻ കലി വരും. സുമന്തി, ഓ